ഇന്ന് എൻ്റെ കൊളീഗിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ പുറം രാജ്യത്തൊക്കെ വന്നിട്ട് നമ്മുടെ സ്വന്തം രാജ്യമായി ഇന്ത്യനെ കുറ്റം പറഞ്ഞത് ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അറിഞ്ഞത് നമ്മളെത്ര ലക്കിയാന്നുള്ള കാര്യം. ഈ UK ഇമിഗ്രേഷൻ റൂൾസൊക്കെ വന്നപ്പോഴാണ് പുള്ളി എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഈ ഇമിഗ്രേഷൻ റൂൾസ് ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം രാജ്യത്തേക്ക് പോകേണ്ടി വരും. ആ രാജ്യത്തേക്ക് പോകുകയാണെങ്കിൽ അവനെയും അവൻ്റെ കുടുംബത്തിനെയൊക്കെ ഒന്നില്ലെങ്കിൽ ജയിലിലാക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ സോൾജറായിട്ട് വർക്ക് ചെയ്യാൻ പറയും തരും. ഞാൻ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, സോൾജർ ജോലി കിട്ടുക, ഗവൺമെൻറ് ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ, എന്നാൽ പിന്നെ അതിന് പോയിക്കൂടെ എന്ന്. പക്ഷേ പുള്ളി പറയുന്നത് ജോലി മാത്രമേ ഉള്ളൂ, ശമ്പളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പിന്നെ ഫുഡ് കാര്യങ്ങൾ മാത്രം കിട്ടും, പിന്നെ അവിടെ പോയിട്ട് എന്താക്കാനാണെന്നുള്ളത്. ഈ 1991 പോലും അവരും ഇൻഡിപെൻഡൻ്റ് ആയത്. അതിനുശേഷം ഇന്നവരെ ഒരേ ഒരു കുടുംബമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്ക് എന്നോട് ഭയങ്കര അസൂയ. എന്തെന്ന് വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ രാജ്യത്ത് പോകാമല്ലോ, അവിടെ പോയി ഹാപ്പി ആയിട്ട് ഫാമിലിയോടെ നിൽക്കാം, ഫ്രണ്ട്സിനോടൊപ്പം നിൽക്കാം, അവിടെ ഒരു ലിമിറ്റും ഇല്ലാണ്ട് ചുറ്റിക്കറങ്ങി നടക്കാമല്ലോ. പക്ഷേ ഇതൊന്നും പുള്ളീൻ്റെ രാജ്യത്ത് ചെയ്യാൻ പറ്റില്ല. ഇത് അറിഞ്ഞപ്പോഴാണ് നമ്മളത്ര ലക്കിയാണ്. ഇപ്പോൾ ഒന്നും തന്നെ ഇവിടെ നിന്ന് പണിയെടുക്കാൻ പറ്റില്ല, ഇവിടെ നിന്നല്ല ഏതൊരു രാജ്യത്തും പണിയെടുക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നാട്ടിലേക്ക് വരാൻ പറ്റും. അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും നമ്മളെ ഗവൺമെൻറ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്തു കൊടുക്കാത്ത പല രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഞാൻ ഈ വീഡിയോ ഉടനെ തന്നെ അതിനുള്ള ഫ്രീഡം എനിക്ക് എൻ്റെ കൺട്രിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പല രാജ്യത്തും അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റില്ല. ഗവൺമെൻറ് ആയിട്ടുള്ള മാത്രം ന്യൂസ് ചാനൽസ് എന്ത് പറയണം, എന്ത് അറിയിക്കണം എന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യ അതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ആര് നമ്മൾ ഭരിക്കണം എന്നുള്ളത് നമുക്ക് വോട്ടിംഗ് റൈറ്റ്സിലൂടെ തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നതിന് മുമ്പ് ഇങ്ങനെയും കുറച്ച് രാജ്യങ്ങളുണ്ടെന്ന് ഓർക്കുക.